തിരൂർ നഗരസഭാ ഓഫീസിന്റെ മുന്നിൽ മുത്തൂരിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് CPM സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരതിന്റെ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 2 വർഷമായിട്ട് അത് കൗൺസിൽ തീരുമാനമെടുത്ത് ഈ കൗൺസിൽ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് 3 സ്ഥലത്തും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചത്. നമ്മൾ അതിലേക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തി. അതൊരു മുൻ കൗൺസിലറുടെ ഫാമിലിക്കാണ്. നമ്മളൊരു ലീഗാരനക്ക് പോലും അല്ല കൊടുത്തിട്ടുള്ളത്. ഒരു മുൻ കൗൺസിലറുടെ റിലേഷനിൽ തൊട്ടിയായിട്ടുള്ള ഒരാളുടെ സൈറ്റ് കണ്ടെത്തുകയും വെറും സ്ട്രക്ചർ മാത്രം ആയിരുന്ന ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്ത് ഇപ്പോഴാണ് അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി അതിന്റെ ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ റിവിഷനിൽ പോലും ഈ വാർഡത്തെ കൗൺസിലർമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും അതിലേക്ക് ഫണ്ട് അനുവദിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ അതിലേക്ക് ഫണ്ട് 7,50,000 രൂപയാണ് ഈ മുത്തൂര് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ ആ പ്രവർത്തനത്തിന് വേണ്ടി വെച്ച ഫണ്ട് അതെന്താണ്, അത് ഇനി ഫോളോ അപ്പ് എന്താ ചെയ്യേണ്ടത്, അത് എസ്റ്റിമേറ്റ് എടുക്കണോ ടെൻഡർ ചെയ്യണോ എന്ന് പോലും നോക്കാതെ ആ കൗൺസിലറെ പിടിച്ച് നിരാഹാര സമരം നടത്തിയിരിക്കുകയാണ്. ഇതിന്റെ അജണ്ട എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ നിങ്ങളോട് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇത് എല്ലാവർക്കും ഈ സമരത്തിന്റെ അജണ്ട എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ വളരെ വ്യക്തമായി തന്നെ 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എല്ലാ ഫണ്ടും വെച്ചിട്ടുണ്ട്. അത് ഇവരാരും പറഞ്ഞിട്ടുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആ നാട്ടിൽ അത്രയും വലിയ പ്രയാസമുള്ള ഒരു മേഖലയാണെന്നും അതിൽ ഏറ്റവും ആപ്റ്റായ ഒരു സ്ഥലം എല്ലാ 3-4 വാർഡുകളിലെ മുഴുവൻ ആളുകൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും സെന്ററിൽ തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 50% അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഈ നടക്കുന്ന സമരം അത് തികച്ചും നാടകമാണ്. പിന്നെ ഇവര് കഴിഞ്ഞ ദിവസത്തെ ഒരു സമരം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയേണ്ട വെച്ചിട്ടും ഉണ്ടായിരുന്നാണ്. കാരണം ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ. കഴിഞ്ഞ ദിവസം ഇവര് സമരത്തിൽ പറയാണ് ഒരു മൂത്രപ്പുര പോലും ഉണ്ടാക്കാൻ അറിയാത്തൊരു കൗൺസിലാണെന്ന്. 110 ആധുനികവൽക്കരിച്ച ടോയ്ലറ്റുകളാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം ബസ് സ്റ്റാൻഡിലും ഏഴൂർ ഹൈസ്കൂളിലും ബോയ്സ് ഹൈസ്കൂളിലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ നമ്മുടെ സ്റ്റേഡിയത്തിലും ഒക്കെ കൂടി ആയിട്ട് 110ഓളം ടോയ്ലറ്റ് യൂണിറ്റുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആരെയാണ് ഈ പൊട്ടന്മാരാക്കണത്? ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ബുദ്ധി അതൊക്കെ ഉണ്ട്. പോയി ആരെങ്കിലും ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ് തുറന്നാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ അത് ഓരോന്നും ഉദ്ഘാടനം ചെയ്തിരുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വരുന്നത് നമുക്ക് അറിയണതുകൊണ്ട് ഇതൊക്കെ മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 110ഓളം ടോയ്ലറ്റ് ബ്ലോക്ക് ഏത് കൗൺസിൽ കാലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങളെ കൗൺസിൽ കാലത്ത് നിങ്ങൾ എത്ര ഉണ്ടാക്കിയെന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? നിങ്ങൾക്ക് ജനങ്ങളെ മുന്നിൽ പ്രഖ്യാപിക്കാൻ പറ്റും നിങ്ങൾക്ക്? പിന്നെ എന്തിനാണ് ഈ നാടകം എന്ന് നമുക്ക് മനസ്സിലാവണില്ല. എന്തായാലും ജനങ്ങൾ ഇത് വിലയിരുത്തും.